ഷെമിബാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഒരു മാസത്തെ വെക്കേഷൻ കഴിഞ്ഞുള്ള UAEയിൽ എത്തിയതിനു ശേഷം ആദ്യ വീഡിയോ ആണിത്. കഴിഞ്ഞ വീക്കെൻഡിൽ അജ്മാനിൽ പോയപ്പോൾ കിട്ടിയ ഫ്രീ ടൈമിൽ അവിടുത്തെ ഒരു മ്യൂസിയം സന്ദർശിക്കുകയും അവിടുത്തെ പ്രധാന കാഴ്ചകൾ ചിത്രീകരിക്കുകയുമുണ്ടായി. ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അൽബുസ്താൻ ഏരിയയിലെ സെൻട്രൽ സ്ക്വയറിന്റെ കിഴക്ക് ഭാഗത്ത് ഗോൾഡ് സൂക്കിനും പരമ്പരാഗത സൂക്ക് സലൈക്കും എതിർവശത്തും അജ്മാൻ ബസ് സ്റ്റേഷനിൽ നിന്നും 300 മീറ്റർ അകലെയുമാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അജ്മാൻ ടൂറിസം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അഥവാ ATDDയുടെ നിയന്ത്രണത്തിലാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. മ്യൂസിയത്തോട് ചേർന്ന് തന്നെ സൂക്ക് അൽ ഹസൻ എന്ന പേരിൽ ഒരു സൂക്ക് കാണാം. ഫോർട്ട് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന സൂക്ക് അൽ ഹസൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ 7 എമിറേറ്റുകളിലൊന്നായ അജ്മാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഈ മാർക്കറ്റിന് ചരിത്രപരവും സാംസ്കാരികവുമായ വലിയ പ്രാധാന്യമുണ്ട്. യഥാർത്ഥ എമിറാത്തി അനുഭവം ആഗ്രഹിക്കുന്ന സഞ്ചാരികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ സൂക്ക്. സുവനീറുകൾ, ട്രഡീഷണൽ അറബി വസ്ത്രങ്ങളും ആഭരണങ്ങളും സുഗന്ധദ്രവ്യങ്ങളും നല്ല ആന്റിക് ശേഖരങ്ങളും റെസ്റ്റോറന്റുകളും എല്ലാം ഇവിടെ കാണാം. ഇത് റോയൽ കോർണർ എന്ന ഒരു ആന്റിക് ഷോപ്പാണ്. ഇതിന്റെ ഉടമസ്ഥൻ ഒരു ഈജിപ്ഷ്യനും സെയിൽസിലുള്ളത് ഫറൂഖ് എന്ന ഒരു തൃശൂർ സ്വദേശിയുമാണ്. ഇവിടെ വർഷങ്ങൾ പഴക്കമുള്ള നാണയങ്ങളും ബുക്കുകളും ആദ്യകാലത്ത് UAE ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ രൂപയും അടക്കം നിരവധി ശേഖരങ്ങളാണുള്ളത്. ഇത് 10 ദിർഹമിന്റെയും 5 ദിർഹമിന്റെയും UAEയിലെ ആദ്യ പ്രതിയാണ്. 300 ദിർഹമിനാണ് ഇത് ഇപ്പോൾ വിൽക്കപ്പെടുന്നത്. ആദ്യകാലത്ത് സ്റ്റാമ്പ് പതിച്ച് അയച്ചിരുന്ന നിരവധി എയർമെയിലുകളും കവറുകളും കാണാം. ഇമെയിലുകളുടെയും വാട്സപ്പുകളുടെയും വരവോടുകൂടി അപ്രത്യക്ഷമായ ഈ സംവിധാനം ഒന്ന് കാണുവാനും ഓർമ്മ പുതുക്കുവാനുമുള്ള ഒരു അവസരമാണ് ഈ സൂക്ക് ഒരുക്കിത്തരുന്നത്. അതിന്റെ സ്റ്റാമ്പ്, അതിന്റെ സീലുകളൊക്കെ ഡിഫറെന്റ് ആണ്. ഇതിനെ കുറിച്ച് പഠനം നടത്തുന്ന ലാലാ ലജ്പത് റായിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ചിത്രം ആലേഖനം ചെയ്ത് 1965 ജനുവരി 28 ഇന്ത്യൻ പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാം ഇറക്കിയ ഒരു ലെറ്റർ കവറാണിത്. ഇനി മ്യൂസിയത്തിലെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അജ്മാൻ നഗരത്തിലെ അജ്മാൻ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ മ്യൂസിയമാണ് അജ്മാൻ മ്യൂസിയം. പുരാവസ്തുശാസ്ത്രം, കയ്യെഴുത്തു പ്രതികൾ, നാടൻ വസ്ത്രങ്ങൾ, സുവനീറുകൾ ഉൾപ്പെടെ അജ്മാന്റെ ഭൂതകാലത്തിന്റെ ശ്രദ്ധേയമായ കാഴ്ചകൾ നൽകുന്ന നിരവധി വിഭാഗങ്ങളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. 18ാം നൂറ്റാണ്ടിലെ ഒരു കോട്ടയിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ട അജ്മാൻ നേതൃത്വത്തിന്റെ ശക്തി കേന്ദ്രമായും പ്രതിരോധത്തിന്റെ ആദ്യ നിരയായും ഉപയോഗിച്ചിരുന്നു. മുമ്പ് ഇത് ഭരണാധികാരിയുടെ കൊട്ടാരമായിരുന്നു. പിന്നീട് ഇത് അജ്മാൻ പോലീസ് സ്റ്റേഷനായി പരിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് കോട്ടയായി പുതുക്കി പണിതപ്പോൾ 2 കാറ്റാടി ഗോപുരങ്ങളും 2 വാച്ച് ടവറുകളും അതേ രീതിയിൽ തന്നെ പരിപാലിക്കപ്പെട്ടു. കോട്ടയുടെ മുൻവശത്ത് കൂറ്റൻ ഗേറ്റും 2 പീരങ്കികളും കാണാം. മ്യൂസിയം പ്രാദേശിക ചരിത്രത്തെയും പൈതൃകത്തെയും കുറിച്ച് നമ്മോട് പറയുന്നു. ഇത് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹുമൈദി ബിൻ റാഷിദ് ബിൻ നൊയ്മിയുടെ ആദ്യകാല ലിവിംഗ് റൂമാണ്. ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നൊയ്മി 1931 അജ്മാൻ എമിറേറ്റിലാണ് ജനിച്ചത്. കുട്ടിക്കാലത്ത് തന്നെ വിശുദ്ധ ഖുർആനും വായനയും എഴുത്തും ഗണിതവും മനഃശാസ്ത്ര തത്വങ്ങളും നിരവധി പ്രമുഖരായ പണ്ഡിതന്മാർ അദ്ദേഹത്തെ പഠിപ്പിച്ചു. കുതിരസവാരിയിലും വ്യത്യസ്ത ആയുധങ്ങളുടെ ഉപയോഗത്തിലും പ്രായോഗിക പരിശീലനവും ലഭിച്ചു. ഇദ്ദേഹത്തെ ഫൗണ്ടർ ഓഫ് ദ മോഡേൺ എമിറേറ്റ് ഓഫ് അജ്മാൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഈ ചെറിയ കിച്ചണിലായിരുന്നു ബ്രെഡ്, കോഫി മുതലായവ ഉണ്ടാക്കിയിരുന്നതും ഇവിടെ താമസിക്കുന്നവർക്ക് സുഗന്ധദ്രവ്യങ്ങൾ പുകച്ചിരുന്നതും. ഇത് വിമൻസ് കൗൺസിൽ, സ്ത്രീ അതിഥികളെയും ബന്ധുക്കളെയും സ്വീകരിക്കാൻ ഷെയ്ഖ ഉപയോഗിച്ചിരുന്ന ഒരു സ്വകാര്യ മീറ്റിംഗ് റൂമായിരുന്നു ഈ മജ്ലിസ്. ഇവിടെ അവർ സ്വീകരിക്കുന്ന ഒരേ ഒരു പുരുഷ അതിഥി സ്വന്തം പിതാവോ സഹോദരങ്ങളോ ആയിരുന്നു. പഴയകാല പോലീസ് യൂണിഫോമുകളെയും സംവിധാനങ്ങളെയും കുറിച്ച് പറഞ്ഞിരുന്നതാണ് പോലീസ് ഇൻ ദ പാസ്റ്റ് എന്ന ഈ വിഭാഗം. ആശയവിനിമയത്തിലുള്ള മാർഗമായി പണ്ട് ഉപയോഗിച്ചിരുന്ന കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന വയർലെസ് ടെലിഫോൺ ഉപകരണങ്ങൾ, തോക്കുകൾ, കൈവിലങ്ങുകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ കാണാം. 1948 ട്രൂഷിൽ ഒമാനിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതിനിധി നൽകിയ ഒരു ഐഡന്റിറ്റി പേപ്പർ. അക്കാലത്ത് പാസ്പോർട്ടിന് പകരമായി ഈ പേപ്പറാണ് ഉപയോഗിച്ചിരുന്നത്. 1950കളിൽ എമിറേറ്റ് സർക്കാർ ഇഷ്യൂ ചെയ്ത ഒരു ഷീറ്റ് പേപ്പർ അടങ്ങിയ പാസ്പോർട്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പാസ്പോർട്ടുകൾ നൽകുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന എമിറേറ്റ് പാസ്പോർട്ടിന്റെ അവസാന രൂപം, വാഹനങ്ങളുടെ ആദ്യകാല അജ്മാൻ നമ്പർ പ്ലേറ്റുകൾ, ലൈസൻസ് എല്ലാം തീർച്ചയായും കണ്ടിരിക്കേണ്ടവ തന്നെയാണ്. ഇത് പരമ്പരാഗത മാർക്കറ്റിന്റെ ഒരു മോഡൽ. ഒരു കാലത്ത് UAE സമ്പദ് വ്യവസ്ഥയുടെ
ചാലകശക്തിയായിരുന്നു പേൾ ഡൈവിംഗ്. ഇത് UAE-യുടെ ഉപജീവനത്തിന് വൻതോതിൽ സംഭാവനകൾ നൽകി. ഭൂരിഭാഗം ജനസംഖ്യയുടെയും പ്രധാന തൊഴിലായിരുന്നു ഇത്. 1900-ന്റെ തുടക്കത്തിൽ വ്യവസായം തകർന്നെങ്കിലും ഈ ചരിത്ര സുവർണ കാലഘട്ടത്തിലെ അടയാളങ്ങൾ ഇപ്പോഴും രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിനും 19-ാം നൂറ്റാണ്ടിനും ഇടയിൽ മുത്തുവ്യാപാരം അഭിവൃദ്ധിപ്പെട്ട കാലത്ത് അറേബ്യൻ ഗൾഫ് തീരത്ത് അജ്മാൻ ഒരു സുപ്രധാന ഹബ്ബായി സ്ഥാപിക്കപ്പെട്ടു. കൂടാതെ ടൈലേഴ്സ്, കയർ നെയ്ത്തുകാരും വിൽപ്പനക്കാരും, ബാർബർ, സ്വീറ്റ് മേക്കേഴ്സ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളുടെ യഥാർത്ഥ മോഡലുകൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. 1950-കൾക്ക് മുമ്പ് അജ്മാനിൽ ആശുപത്രികളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് അവരുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും അവരെ സുഖപ്പെടുത്താൻ പ്രാദേശിക വൈദ്യന്മാരെ വിശ്വസിക്കേണ്ടി വന്നു. എമിറേറ്റിലെ രോഗങ്ങളുടെ പ്രാദേശിക പേരുകളും അവയുടെ പരമ്പരാഗത ചികിത്സകളും നിരവധി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആധികാരിക എമിറാത്തി പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് നാടോടി വൈദ്യം. 1950-കൾക്ക് മുമ്പുള്ള വിഭവങ്ങളുടെ അഭാവം മിക്ക പ്രാദേശിക ഫിസിഷ്യന്മാരെയും അവരുടെ രോഗികളെ പരിചരിക്കുന്നതിന് പ്രാദേശിക പരിതസ്ഥിതിയിൽ കണ്ടെത്താൻ കഴിയുന്ന വസ്തുക്കൾ ഉപയോഗിക്കാൻ നിർബന്ധിതരായി. അവരുടെ ചികിത്സകളിൽ ഔഷധ സസ്യങ്ങളും ക്യൂട്ടറൈസിംഗ്, കപ്പിംഗ്, മസാജ് എന്നിവയും ഉൾപ്പെടുന്നു. മതം ഒരു പ്രധാന പങ്ക് വഹിച്ചു. നിരവധി രോഗികളെ വിശുദ്ധ ഖുർആനിലെ വാക്യങ്ങൾ ഉപയോഗിച്ച് ചികിത്സിച്ചു. പരമ്പരാഗത വൈദ്യശാസ്ത്രം ഇന്നും നിലനിൽക്കുന്നു. അജ്മാനിലെയും UAE-യിലെയും ആളുകൾ അതിനെ അവരുടെ പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായി കാണുന്നു. ഖുർആൻ സൂക്തങ്ങൾ ആലേഖനം ചെയ്ത വെള്ള സെറാമിക് പാത്രമാണിത്. ഇതിൽ നിന്നുള്ള അനുഗ്രഹീത ജലം രോഗിക്ക് കുടിക്കുവാനോ മുറിവേറ്റ കൈകാലുകൾ കഴുകുവാനോ നൽകിയിരുന്നു. ഫോക്ലോറിക് ആർട്ട് അഥവാ നാടോടിക്കലകൾ എന്ന ഈ ഭാഗത്ത് ചെണ്ട പോലെയുള്ള വാദ്യോപകരണങ്ങളുടെ ശേഖരങ്ങളാണ്. പഴയകാലത്ത് ഈന്തപ്പഴങ്ങൾ പറിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന സ്റ്റോർ റൂമും കാണാം. ലൈഫ് ഇൻ ദ ഡെസേർട്ട് വിഭാഗത്തിൽ ബെദൂയിൻ സംസ്കാരവും ജീവിത രീതിയും കാട്ടിത്തരുന്നു. ലാളിത്യവും പ്രയാസവുമായിരുന്നു ബെദൂയിൻ ജീവിതത്തിന്റെ സവിശേഷത. അറേബ്യൻ പെനിൻസുലയിലെ മരുഭൂമിയിലെ നാടോടികളായ അവർ ആടുകളുടെയും ഒട്ടകങ്ങളുടെയും കൂട്ടങ്ങൾ കൊണ്ട് ജലക്കിണറുകൾ, മരുപ്പച്ചകൾ, മേച്ചിൽപ്പുറങ്ങൾ എന്നിവയ്ക്കിടയിൽ നിരന്തരം സഞ്ചരിച്ചിരുന്നു. ബെദൂയിനുകൾ അവരുടെ സംസ്കാരത്തിൽ വളരെ അഭിമാനം കൊള്ളുന്നവരാണ്. ടെന്റ് കെട്ടിയാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ ബെദൂയിൻ കൂടാരം ഏകദേശം ഒരു ശരാശരി മനുഷ്യന്റെ ഉയരമാണ്. ഒരു സാധാരണ കൂടാരത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും വേർതിരിക്കുന്ന 2 പരവതാനികളുള്ള ഡിവിഷനുകളുമുണ്ട്. മുതവ്വ എന്ന ട്രഡീഷണൽ സ്കൂൾ. വിശുദ്ധ ഖുർആനിന്റെ രചനകൾ വായിക്കാനും ഇസ്ലാമിക മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സ്വയം ആരംഭിച്ച ഒരു വ്യക്തിയെയാണ് മുതവ്വ എന്ന പദം ആദ്യം പരാമർശിച്ചത്. ഗ്രാമത്തിലെയോ പ്രദേശത്തെയോ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തിയായാണ് മുതവ്വയെ സാധാരണയായി കണക്കാക്കിയിരുന്നത്. ഉപദേശത്തിനും സംഘടന കേസുകളിലും തങ്ങൾക്കിടയിൽ വിധികർത്താവാകാനും ആളുകൾ അവരെ തേടിയെത്തി. എഴുത്ത്, വായന, ഗണിതശാസ്ത്രം എന്നിവയ്ക്കൊപ്പം വിശുദ്ധ ഖുർആനിനെയും ഇസ്ലാമിന്റെയും അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുള്ള വിദ്യാഭ്യാസ നിർദ്ദേശങ്ങൾ സാധാരണയായി മസ്ജിദിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് പഠിപ്പിച്ചിരുന്നത്. UAE-യുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഹെറിറ്റേജ് വിൻഡ് ടവറുകൾ. നഗരത്തിന്റെ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായി ഇവയെ കണക്കാക്കപ്പെടുന്നു. ടവറുകൾ സാധാരണയായി സമ്പന്നരുടെ വീടുകളിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. വീടുകളുടെ ഇന്റീരിയർ ഇടങ്ങൾ തണുപ്പിക്കാൻ ആണ് ഇവ ഉപയോഗിച്ചിരുന്നത്. മുൻകാലങ്ങളിൽ അജ്മാനി സ്ത്രീകൾ തങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് നൽകിയിരുന്നത്. പെർഫ്യൂമറിൽ നിന്നോ അത്തർ വ്യാപാരികളിൽ നിന്നോ വാങ്ങിയ ചേരുവകൾ ഉപയോഗിച്ച് അവർ സ്വയം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തയ്യാറാക്കും. കൈകളിലും കാലുകളിലും സങ്കീർണമായ മൈലാഞ്ചി ഡിസൈനുകൾ ആലേഖനം ചെയ്യുന്നതായിരുന്നു മറ്റൊരു സൗന്ദര്യ ചികിത്സ. പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ സാധാരണയായി വെളുത്തതാണ്. അരയിൽ ചുറ്റിയ അരക്കെട്ടും കന്തൂറ എന്ന നീണ്ട ഷർട്ടും അടങ്ങുന്നതാണ്. അൽ മക്സർ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഷർട്ട് ചൂടുകാലത്ത് കന്തൂറയ്ക്ക് പകരം പ്രായമായവരാണ് കൂടുതലും ധരിച്ചിരുന്നത്. അന്തസ്സിന്റെ പ്രതീകമായി പുരുഷന്മാരും തങ്ങളുടെ വസ്ത്രങ്ങളുടെ മുകളിൽ ബിസ്ത് എന്ന കമ്പിളി വസ്ത്രം ധരിക്കുന്നു. ഇത് ഒരു വധുവിന്റെ മോഡലാണ്. അജ്മാനി വധുവിന്റെ വിവാഹ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങും. പ്രത്യേകം തയ്യാറാക്കിയ മധുരമണമുള്ള എണ്ണകളും ലോഷനുകളും ഉപയോഗിച്ച് അവൾ വിവാഹത്തിനു കുറച്ചു ദിവസം മുമ്പ് അവളുടെ ശരീരത്തിലും മുടിയിലും കാലുകളിലും തടവി സ്വയം തയ്യാറായി നിൽക്കുന്നു. മുതിർന്നവരുടെ വസ്ത്രങ്ങളുടെ ഒരു ചെറിയ പതിപ്പാണ് കുട്ടികളുടേതും. ഡിസൈൻ, നിറം, മെറ്റീരിയലുകൾ എന്നിവയിൽ ഇത് സമാനമാണ്. ഹിസ്റ്റോറിക്കൽ ഫോട്ടോഗ്രാഫ് എന്ന വിഭാഗത്തിൽ അജ്മാൻ ഭരണാധികാരികളുടെ പഴയകാല ഫോട്ടോകളും രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദുമായിട്ടുള്ള സൗഹാർദ്ദ സംഭാഷണങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളും ഒക്കെയാണുള്ളത്. വിവിധ സമഗ്ര സംഭാവനകൾക്കുള്ള ആദരസൂചകമായി അജ്മാൻ ഭരണാധികാരികൾക്ക് ലഭിച്ച വിവിധ ഷീൽഡുകളും ഗിഫ്റ്റുകളും ഒക്കെയാണ് ഷെയ്ഖ് സുവനീർ എന്ന
എന്ന വിഭാഗത്തിൽ. രാജ്യത്തിലെ 6ാമത്തെ വലിയ എമിറേറ്റായ അജ്മാനിന് വലിയ ഒരു ചരിത്ര പാരമ്പര്യമാണ് ഉള്ളത്. 2007-2008 സാമ്പത്തിക പ്രതിസന്ധി മൂലം സ്തംഭിച്ച അജ്മാന്റെ വികസനം വീണ്ടും തുടരുകയും വളർച്ചയുടെ കാലഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. വിദേശ കമ്പനികളിൽ നിന്നുള്ള സമീപകാല നിക്ഷേപങ്ങളും അതിന്റെ ടൂറിസ്റ്റ് ആകർഷണങ്ങളും ഹോട്ടലുകൾ, വാണിജ്യ സെറ്റപ്പുകൾ എന്നിവയുടെ ഇൻസ്റ്റാളേഷനുകളും നവീകരണങ്ങളും കൊണ്ട് അജ്മാൻ ഇന്നും ത്വരിതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന അജ്മാൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമൈദി ബിൻ റാഷിദ് അൽ നൂയിമിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഈ വീഡിയോയുടെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.